ഉത്തരാഖണ്ഡ് യാത്രയുടെ 3-ാം ദിവസമാണിന്ന്. ഇന്നലെ സംഭവബഹുലമായ റിവർ റാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇവിടെ ഈ ക്യാമ്പിംഗ് സൈറ്റിലെത്തുമ്പോൾ രാത്രി 7 മണി കഴിഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത് ഈ മനോഹരമായ കാഴ്ചയാണ്. സമയം 7 മണി കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ. നല്ല തണുപ്പാണ് ഇപ്പോഴും ഇവിടെ. ഋഷികേശിൽ നിന്നും 14 കിലോമീറ്റർ അകലായി സ്ഥിതി ചെയ്യുന്ന ശിവപുരി എന്ന സ്ഥലമാണിത്. ഹിമാലയൻ പർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ശിവപുരി. ഇവിടുത്തെ ഗ്രാമവാസികൾ രാവിലെ തന്നെ അവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാഴ്ചയാണിത്. ഋഷികേശിലെ ഒരു പ്രധാന ക്യാമ്പിംഗ് സൈറ്റാണ് ശിവപുരി. ധാരാളം ക്യാമ്പിംഗ് സൈറ്റുകൾ ഈ പ്രദേശത്തുടനീളം കാണാം. ഞങ്ങളെപ്പോലെ തന്നെ അവിടേക്ക് വന്നവരുടെ വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരാൾ കുതിരകളുടെ പുറത്ത് കെട്ടിയ ചാക്കുകളിൽ മണൽ നിറക്കുകയാണ്. വാഹനങ്ങൾ പോകാൻ കഴിയാത്തിടത്ത് നിർമ്മാണ ആവശ്യങ്ങൾക്കായുള്ള സാമഗ്രികൾ പ്രധാന റോഡിൽ നിന്നും എത്തിക്കുന്നത് ഇങ്ങനെയാണിവിടെ. ചരക്കുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത് കുതിരകളെയാണ്. ഋഷികേശ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടുത്തെ ക്യാമ്പിംഗ് ആസ്വാദകരമായ ഒരു കാര്യമാണ്. ധാരാളം ക്യാമ്പിംഗ് സൈറ്റുകൾ ഈ പ്രദേശത്തുടനീളം കാണാം. 800 രൂപ മുതൽ 2000 രൂപ വരെയാണ് ഒരു ദിവസത്തേക്ക് ചാർജ് ഈടാക്കുന്നത്. ക്യാമ്പിംഗ് ലൊക്കേഷനും ക്യാമ്പിലെ ഫെസിലിറ്റിയും ഒക്കെ മുൻനിർത്തിയാണ് ചാർജ്. ക്യാമ്പിംഗ് മാത്രമായും അല്ലെങ്കിൽ ക്യാമ്പിംഗ് ഇൻക്ലൂഡഡ് വിത്ത് റിവർ റാഫ്റ്റിംഗ് പാക്കേജുകൾ ലഭ്യമാണ്. ഞങ്ങൾ എടുത്തിരുന്നത് ക്യാമ്പിംഗ് ആൻഡ് റിവർ റാഫ്റ്റിംഗ് പാക്കേജ് ആയിരുന്നു. 1800 രൂപയാണ് ഒരാൾക്ക് ഈടാക്കിയത്. അതിൽ തന്നെ 16 കിലോമീറ്റർ റിവർ റാഫ്റ്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് എല്ലാം ഉൾപ്പെടും. അങ്ങനെ നോക്കിയാൽ ഋഷികേശിലെ ക്യാമ്പിംഗ് തീർത്തും ലാഭകരമാണ് എന്ന് തന്നെ പറയാം. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. ക്യാമ്പിംഗ് സൈറ്റിൽ നിന്നും ചെക്കൗട്ട് ചെയ്ത് ഇനി പോകുന്നത് ഹരിദ്വാറിലേക്കാണ്. ശിവപുരിയിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഹരിദ്വാറിലേക്ക്. ഋഷികേശിൽ നിന്നാണെങ്കിൽ അത് 20 കിലോമീറ്ററും. ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ച ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ജാനകി സേതു എന്ന പുതിയ പാലത്തിലൂടെയാണ് യാത്ര. മുനിക്കി രതി പ്രദേശത്താണ് ഈ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്മൺ ജൂലക്കും രാം ജൂലക്കും ശേഷം ശ്രീരാമ പത്നിയായ ജാനകിയുടെ പേരിൽ ഒരു പുതിയ പാലം കൂടെ ഋഷികേശിൽ വന്നിരിക്കുകയാണ്. 1930-ൽ രാം ജൂലയും 1986-ൽ ലക്ഷ്മൺ ജൂലക്കും ശേഷം ഇപ്പോഴിതാ ഈ 2020-ൽ പുതിയൊരു പാലം കൂടി. 346 മീറ്റർ ദൂരമുള്ള ഈ പാലം തീർത്ഥാടന സീസണുകളിൽ ഋഷികേശിൻ്റെ ഗതാഗതക്കുരുക്കിന് തീർത്ഥാടകരുടെ സുഗമമായ നടത്തത്തിനും ഒരു പരിഹാരമായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. 3 ലൈനുകളായിട്ടാണ് ഈ പാലം. 2 ലൈനുകൾ ഇരുചക്ര വാഹനങ്ങളുടെ യാത്രയ്ക്കും നടുവിലുള്ളത് കാൽനട യാത്രക്കുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹരിദ്വാറിലേക്കുള്ള യാത്രയിൽ പ്രധാന പാതയരികിൽ അപ്രതീക്ഷിതമായിട്ടാണ് രാജാജി നാഷണൽ പാർക്ക് എന്നെഴുതിയ ബോർഡ് കണ്ടത്. ഹരിദ്വാർ, ഡെറാഡൂൺ, പൗഡി, ഗഡ്വാൾ എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ദേശീയോദ്യാനം ജൈവവൈവിധ്യത്തിൻ്റെ പേരിൽ ഏറെ പ്രസിദ്ധമാണ്. സിവാലിക് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ഒട്ടേറെ പക്ഷിമൃഗാദികളുടെ ആവാസ സ്ഥാനം കൂടിയാണ്. ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലായ സി രാജഗോപാലാചാര്യയുടെ ഓർമ്മക്കായിട്ടാണ് ഇവിടം രാജാജി ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്.
ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോട്ടിച്ചൂർ സോണിലൂടെയാണ്. മറ്റു സോണുകളെ അപേക്ഷിച്ച് ചെറുതാണ് ഈ വനമേഖല. 820 ചതുരശ്ര കിലോമീറ്ററാണ് രാജാജി നാഷണൽ പാർക്കിൻ്റെ ആകെ വിസ്തീർണം. ഇതിൽ 89 ചതുരശ്ര കിലോമീറ്റർ ദൂരം മാത്രമാണ് മോട്ടിച്ചൂർ വനമേഖല. ഹിമാലയത്തിലെ ശിവാലിക് പർവ്വതനിരയുടെ താഴ്വാരത്തിലാണ് രാജാജി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഭൂരിഭാഗം ഭൂമിയും സാൽ വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 6 മണി മുതൽ 9 മണി വരെയും വൈകിട്ട് 2:30 മുതൽ 5 മണി വരെയുമാണ് സഫാരി ടൈമിംഗ്. 4000 രൂപയാണ് ഒരു ജീപ്പിൻ്റെ ചാർജ്. 6 പേർക്ക് വരെ ഒരു ജീപ്പിൽ പോകാം. 35 കിലോമീറ്റർ ദൂരമാണ് സഫാരി. വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ആനയും കടുവയും ഉൾപ്പെടെ 50ലധികം സസ്തനികൾ പാർക്കിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കടുവ, പുള്ളിപ്പുലി, ഹിമാലയൻ കറുത്ത കരടി, മടിയൻ കരടി, സിവറ്റ്, മാൾട്ടർ, ജാക്കൽ, ഹീന തുടങ്ങിയവയെ കൂടാതെ 350ലധികം ഏഷ്യൻ ആനകളും പാർക്കിലുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കൂടാതെ ഗോറൽ, സാമ്പാർ, പുള്ളിമാൻ, ബാർക്കിംഗ് ഡീർ, കാട്ടുപന്നി, നീൽഗായ് തുടങ്ങിയ മൃഗങ്ങൾ, ലങ്കൂർ, ബ്ലാക്ക് നാപ്ഡ് ഹെയർ, ജംഗിൾ കാറ്റ് തുടങ്ങിയവയും കാണപ്പെടുന്നു. ിലധികം പക്ഷികളെ പാർക്കിൽ കാണപ്പെടുന്നു. ശൈത്യകാലത്ത് നിരവധി ദേശാടന ജീവികൾ ഇവിടേക്ക് വരുന്നു. ദേശാടന പക്ഷികൾ ഹിമാലയത്തിലൂടെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കടന്നതിനു ശേഷം ആദ്യത്തെ സ്റ്റേജിംഗ് ഗ്രൗണ്ടാണ് ഈ പ്രദേശം. രാജാജി ടൈഗർ റിസർവ് ഒരു ദേശീയോദ്യാനവും അതിലുപരി കടുവ സംരക്ഷണ കേന്ദ്രവുമാണ് ഇപ്പോൾ. 2015 ഏപ്രിലാണ് കേന്ദ്ര സർക്കാർ രാജാജി നാഷണൽ പാർക്കിനെ ഇന്ത്യയുടെ 48ാമത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. അങ്ങനെ ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിന് ശേഷം രാജ്യത്തെ 2ാമത്തെ ടൈഗർ റിസർവായി രാജാജി നാഷണൽ പാർക്ക്. ഇതോടെ കുറേ കൂടി വനമേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർക്കിൻ്റെ ഇപ്പോഴത്തെ പ്രഖ്യാപിത വിസ്തീർണം 820 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും 1075 ചതുരശ്ര കിലോമീറ്ററായി ഉയർന്നു. രാജാജിയിൽ 600ഓളം ആനകളുള്ളതിനാൽ ആനകളുടെ ആവാസ കേന്ദ്രമായും ഇത് പ്രസിദ്ധമാണ്. 250 പുള്ളിപ്പുലികളും 16 കടുവകളും റിസർവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും കുറച്ച് മാനുകളും ആനകളും പക്ഷികളും ഒഴികെ വേറെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നത് തീർത്തും നിരാശപ്പെടുത്തി. 2:30 ആരംഭിച്ച സഫാരി 5 മണിയോടെയാണ് അവസാനിച്ചത്. 4000 രൂപയായിരുന്നു ഒരു ജീപ്പ് സഫാരിക്കായി ഈടാക്കിയത്. ഇനി നേരെ ഹരിദ്വാറിലേക്കാണ്. അവിടെ താമസിക്കാനായി മുൻകൂട്ടി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്.
ഹോട്ടൽ റൂമിൽ ലഗേജ് എടുത്തതിനു ശേഷം നേരെ പോകുന്നത് ഇവിടേക്കാണ്. എന്നും വൈകുന്നേരങ്ങളിൽ നടക്കാറുള്ള ഗംഗാപൂജ കാണുകയായിരുന്നു ലക്ഷ്യമെങ്കിലും ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ അത് കഴിഞ്ഞിരുന്നു. ഋഷികേശിൽ കണ്ടതുപോലെ തന്നെ ഗംഗാപൂജ ഇവിടെയും നടക്കാറുണ്ട്. എം മുകുന്ദൻ്റെ ഹരിദ്വാറിൽ മണിമുഴങ്ങുമ്പോൾ എന്ന നോവൽ തരുന്നൊരു ദൃശ്യമുണ്ട്. ദൈവങ്ങൾ അലഞ്ഞു നടക്കുന്ന ഹരിദ്വാറിൻ്റെ തെരുവുകൾ. അതെ, ഉത്തരാഖണ്ഡിലെ അതിപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും തീർത്ഥാടന കേന്ദ്രവുമായ ഹരിദ്വാറിന് അങ്ങനെ പല മുഖങ്ങളാണുള്ളത്. ദൈവങ്ങളിലേക്കുള്ള വഴി എന്നാണ് ഹരിദ്വാർ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം. ഇന്ത്യയിലെ അതിപാവനമായ 7 നഗരങ്ങളിൽ ഒന്നായാണ് ഹരിദ്വാറിനെ കരുതിപ്പോരുന്നത്. ഋഷികേശ്, കേദാർനാഥ്, ബദ്രിനാഥ് എന്നിവയും ഹരിദ്വാറിനോട് കൂട്ടി വായിക്കേണ്ട പുണ്യനഗരങ്ങളാണ്. വിഷ്ണുവിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ സ്ഥലത്താണ് ഗംഗാനദി ഒഴുകിയെത്തുന്നത്. അസ്ഥി നിർമ്മാർജ്ജനത്തിനും മുണ്ടനത്തിനുമായി വിശ്വാസികൾ ഇവിടെ എത്തുന്നു. ഇവിടെയാണ് 12 വർഷത്തിൽ ഒരിക്കൽ നടക്കാറുള്ള കുംഭമേള അരങ്ങേറുന്നത്. ഇവിടെ ഗംഗാനദിയിലെ മീനുകൾക്ക് തീറ്റി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ചെയ്യുന്നത് ഒരു പുണ്യകർമ്മമായും അതിലൂടെ പാപങ്ങൾ പൊരുത്തപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പൂജാസാധനങ്ങൾ വിൽക്കുന്നത് പോലെ മീനുകൾക്ക് തീറ്റയും ഇവിടെ വിൽക്കുന്നുണ്ട്. ബ്രഹ്മകുണ്ട് എന്നറിയപ്പെടുന്ന ഹർ കി പൗരിയാണ് ഈ സ്ഥലം. ഹരിദ്വാറിലെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചയാണ് ഹർ കി പൗരി. മായാപുരി എന്നും ഹരിദ്വാറിന് വിളിപ്പേരുണ്ട്. കപില, മോക്ഷദ്വാർ, ഗംഗാദ്വാർ എന്നിങ്ങനെയുള്ള പേരുകളിലും ഈ പുണ്യനഗരം പരാമർശിക്കപ്പെടുന്നു. വിക്രമാദിത്യ രാജാവിൻ്റെ കാലം മുതലുള്ള ചരിത്രങ്ങൾ പറയാനുണ്ട് പുണ്യനഗരമായ ഹരിദ്വാറിന്. ഗംഗാ നദിക്കരയിലുള്ള ഈ വിശുദ്ധ കേന്ദ്രം ലോകമെമ്പാടും അറിയപ്പെടുന്ന ക്ഷേത്ര നഗരി കൂടിയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഹരിദ്വാറിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ കുറേ പേർ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തെരുവിൽ വലിയ തീക്കുണ്ടം ഒരുക്കിയിരിക്കുകയാണ്. ആളുകൾ അതിനു ചുറ്റും നിന്ന് തീ കായുകയാണ്. ഡിസംബറിലെ മരം കോച്ചുന്ന തണുപ്പാണ് ഇവിടെ. ഇതുപോലുള്ള ധാരാളം സ്ട്രീറ്റ് ഫുഡ് കടകൾ ഇവിടെ ഉടനീളം കാണാം. ഇവിടുത്തെ ഒരു പ്രധാന വിഭവമാണ് പൂരിയും കറിയും. സാധാരണ നമ്മൾ കഴിക്കുന്നത് പോലുള്ള പൂരിയല്ല, വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ് ഇതിന്. ഹരിദ്വാറിലെത്തുന്നവരുടെ ഒരു ഇഷ്ട വിഭവമാണിത്. ഹരിദ്വാറിലെ ആകാശ കാഴ്ചയാണിത്. ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്വപ്ന നഗരം. പഴമയും പുതുമയും ഇടകലർന്ന അന്തരീക്ഷത്തിലൂടെ പൗരാണിക നഗരത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതയും എന്നും കാത്തു സൂക്ഷിക്കുന്ന ഹരിദ്വാർ ഒരു പുണ്യസങ്കേതം കൂടിയാണ്. രാജ്യത്തെ കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഹരിദ്വാർ. തീർത്ഥാടന കേന്ദ്രമെന്ന തലക്കെട്ടിൽ അറിയപ്പെടുമ്പോഴും ഇവിടം തേടിയെത്തുന്നവരിൽ സാഹസികരും വിശ്വാസികളും ചരിത്രപ്രേമികളും ഒരുപോലെയുണ്ട്. ഈ നാടിനെ ഈ കാണുന്നതിലും അധികം സുന്ദരിയാക്കുന്നത് ഗംഗ തന്നെയാണെന്നതിൽ ഒരു സംശയവുമില്ല. വൈകുന്നേരങ്ങളിലെ ഗംഗാ ആരതിയും മാനസദേവിയിലേക്കുള്ള യാത്രയും ഒക്കെ ഇവിടെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
ഹരിദ്വാറിലേക്ക് എത്തിച്ചേരുന്നത് പ്രയാസമുള്ള കാര്യമല്ല. 34 കിലോമീറ്റർ മാത്രം അകലെയാണ് അടുത്ത ഡൊമസ്റ്റിക് എയർപോർട്ടായ ജോളിഗ്രാൻഡ് എയർപോർട്ട്. ഹരിദ്വാറിൽ തന്നെ റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലേക്ക് ഇവിടെ നിന്നും ട്രെയിൻ സർവീസുകളും ലഭ്യമാണ്. ബസ് മാർഗവും ഇവിടെ എത്താൻ എളുപ്പമാണ്. ദില്ലിയിലേക്ക് ഹരിദ്വാറിൽ നിന്നും ചെറിയ ഇടവേളകളിൽ ബസ് സർവീസുകളുണ്ട്. ചൂടുകൂടിയ വേനലും തണുത്തു വിറക്കുന്ന ശൈത്യകാലവുമാണ് ഹരിദ്വാറിൻ്റെ പ്രത്യേകത. മഴക്കാലം ഇവിടെ സന്ദർശിക്കാൻ അത്ര അനുയോജ്യമല്ല. സെപ്റ്റംബർ മുതൽ ജൂൺ വരെയുള്ള ശീതകാലമാണ് ഹരിദ്വാർ സന്ദർശനത്തിന് ഏറ്റവും അഭികാമ്യം. ഹരിദ്വാർ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഡെറാഡൂൺ ആണ്. ഡൂൺ താഴ്വര എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. അത്ഭുത കാഴ്ചകൾ കൊണ്ട് സഞ്ചാരികളെ മനമയക്കുന്ന നാടാണ് ഡെറാഡൂൺ. റോബേർട്സ് കേവ്, ഹർക്കി ഡൂൺ, ജോർജ് എവറസ്റ്റ് പാർക്ക്, മിൻറോളിംഗ് മൊണാസ്ട്രി, സാസധാര, ഹാപ്പി വാലി, അങ്ങനെ ഒരുപാടുണ്ട് ഡെറാഡൂൺ കാണാൻ. ആ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.